റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. വേടനടക്കം 9 അംഗ സംഘത്തെ പിടികൂടി. അതേസമയം ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. റാപ്പർ വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് 7 ഗ്രാം കഞ്ചാവ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. 9 അംഗ സംഘം, അതായത് വേടനൊപ്പം തന്നെ 9 അംഗ സംഘം ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ഈ നിലവിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളായിരിക്കും ഡാൻസ് ഓഫ് സംഘത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സമയത്ത് ഇവിടെ 9 പേര് ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ 2020 ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആൽബമായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ്. ആ ആൽബം ഇറങ്ങിയത് റാപ്പർ വേടന്റെ പേരിലായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ യുവതലമുറ ആൾക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു റാപ്പർ കൂടിയായിരുന്നു വേടൻ. ഗാനരചയിതാവ്, അതോടൊപ്പം തന്നെ സംഗീതകാരനൊക്കെ തന്നെയായിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. നേരത്തെ മീറ്റു ആരോപണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടയിൽ തന്നെയാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. 7 ഗ്രാം കഞ്ചാവാണ്. അതായത് താരതമ്യേന ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന രീതിയിലായിരിക്കും ഇനി നടപടിക്രമങ്ങൾ ഉണ്ടാകുക. എന്തായാലും തൃപ്പൂണിത്തുറയിലെ ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയതിന്റെ തുടർന്നാണ് വേടനെ അതോടൊപ്പം തന്നെ 9 അംഗ സംഘത്തെയും പിടികൂടിയിട്ടുള്ളത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ വിവരങ്ങൾ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. അതായത് വേടനും വേടന്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം. ഇതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും വേടൻ ഷെയർ ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് വേടന് 7 ഗ്രാം കഞ്ചാവും ഒപ്പം തന്നെ പിടികൂടിയിട്ടുള്ളത്. 9 അംഗ സംഘത്തെ, വേടനൊപ്പമുള്ള 9 അംഗ സംഘത്തെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കിരൺദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര്. ഈ പൊതുവായിട്ട് സമരോത്സുക സംഗീതമായിട്ടുള്ള റാപ്പർ ആ മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും നിലവിൽ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ തന്നെ പരിശോധന തുടരുകയാണ്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.